ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് വിളക്ക് വെക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വന്നിട്ട് നമ്മുടെ ഉരുളിയിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് വേറെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മുടെ ചായ റെഡിയായപ്പോൾ ഞാനതൊന്ന് അരിച്ചെടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് അരിച്ചെടുത്തിട്ട് വേഗം തന്നെ ഒന്ന് കുടിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റാൽ തന്നെ നമ്മുടെ എല്ലാ പണികളും നമുക്ക് തീർക്കാൻ പറ്റും. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയാക്കിയെടുക്കാനും നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മുടെ വീട്ടിലിങ്ങനെ ബുദ്ധിമുട്ടായി തോന്നുന്നത്. എന്താണ്, ഒരുപാട് കുപ്പ പോലെയും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ നമുക്ക് തോന്നാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെറുതായി തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ ഞാൻ ചായയെല്ലാം കുടിച്ചതിന് ശേഷം വന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ ചെടിച്ചട്ടി തള്ളിയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ ഇതുപോലെ ഇങ്ങനെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നമ്മൾ എത്ര എടുത്ത് വെച്ചാലും നമ്മുടെ അശ്വിൻ അതിനെയൊക്കെ അവിടെയും ഇവിടെ ഇടും കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ കൊണ്ടുപോയി നമ്മളൊരു കവർ വെച്ചിട്ടുണ്ട്, ഒരു ചാക്ക് കേട്ടോ, അതിലേക്ക് മാറ്റി വെച്ച് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ പോയിട്ട് പൂവ് പറിക്കാൻ പോയതാണ് കേട്ടോ. പൂവ് നമ്മുടെ വെളിയിലാണ്, മരം ഉള്ളിലാണെങ്കിലും പുറത്തേക്കായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വെളിയിൽ കൂടെ പോയാലേ അത് വലിക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തെങ്ങിൻ്റെ മേലെ കൂടെ കയറിയിട്ട് വേണം പോകാൻ. അതേ പോകാൻ ഒരു ബുദ്ധിമുട്ടാണ്, നമുക്ക് പോയാൽ പൂ കിട്ടില്ല. അപ്പോൾ ഞാൻ വെളിയിൽ കൂടെ പോയിട്ടാണ് പൂ പറിച്ചിട്ട് വരാറുള്ളത്. അങ്ങനെ ഞാൻ വേഗം പോയി ഒരു 3 പൂവ് പറിച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഉരുളിയിലൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ എണീറ്റാൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് ക്ലിയറായി. കുറച്ച് കഴിഞ്ഞ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കത് ശരിയാവില്ല കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും മിറ്റോടിക്കുമ്പോഴോ അല്ലെങ്കിൽ മിറ്റോടിക്കുന്നതിന് മുന്നോ ആയിട്ട് നമ്മുടെ പൂവൊക്കെ പറിച്ചു കൊണ്ടുവന്ന് വെക്കാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക, പൂവ് വാടിയ പോലെയാകും. പിന്നെ നമ്മൾ പറിക്കാൻ ചിലപ്പോൾ മറക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ മിറ്റമൊക്കെ അടിച്ച് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ പൂച്ചക്കുട്ടികൾ പാലൊക്കെ കുടിച്ചിട്ട് 2 ആളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവരുടെ മമ്മി ഇങ്ങോട്ട് വരവേ ഇല്ല കേട്ടോ. അവളിപ്പോൾ ഏതേ പോയിന്നറിയില്ല. അപ്പോൾ നമ്മളെ കണ്ടാൽ തന്നെ ഓടിപ്പോവാണ്, വരാറേ ഇല്ല കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വൈകുന്നേരം കുറച്ച് മുതിര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിൽ ഇന്നലെ രാത്രി വറുത്തിട്ടില്ല കേട്ടോ, വറക്കാത്തതാണ്, വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് കഴുകിയെടുത്തിട്ട് നമ്മുടെ കുക്കറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് 2-3 പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ മുതിരയ്ക്ക് എത്ര വേവാണോ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനൊരു 4 വിസിൽ അടിക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേവുന്ന നേരം കൊണ്ട് തന്നെ ഞാനപ്പോൾ നമ്മുടെ വെളിയിലെ അടുക്കള ഒന്ന് അടിച്ചെടുക്കാൻ പറഞ്ഞിട്ട് വന്നു കേട്ടോ. അങ്ങനെ അവിടെ നമ്മുടെ തിട്ടെടുപ്പൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ രാത്രി നമ്മളിവിടെ കഴുകി വെക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് ഉള്ളി വെച്ച് നമ്മുടെ വെളിയിൽ അടുപ്പും തിട്ട് തുടയ്ക്കും കേട്ടോ. വെള്ളമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു തുണി കൊണ്ട് അതൊക്കെ തുടച്ച് ഇട്ടിട്ടതിന് ശേഷമാണ് നമ്മൾ പോയി കിടക്കാറുള്ളത്. പാത്രങ്ങളൊന്നും ഞാനിങ്ങനെ പുറത്ത് വെക്കാറില്ല കേട്ടോ. രാവിലെ എണീറ്റിട്ടാണ് ഇങ്ങനെ കഴുകേണ്ട പാത്രങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പുറത്ത് കൊണ്ട് വെച്ചിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മുടെ ചുവരൊക്കെ ഒന്ന് ഇതുപോലെ അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വാറാല അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇതും അതിനോടുകൂടി ചെയ്ത് പോവുകയാണെങ്കിൽ അതും നമുക്ക് ക്ലിയറായി കിട്ടും കേട്ടോ. നമ്മളിവിടെ വെളിയൊക്കെ അടിക്കുന്നതോടൊപ്പം നമ്മുടെ പൈപ്പിൻ്റെ അവിടെ അതുപോലെ ചുവരും ഒക്കെ ആ ചൂല കൊണ്ട് തന്നെ ഒന്ന് തട്ടുകയാണെങ്കിൽ അവിടുത്തെ പൊടികളൊക്കെ ഒന്ന് പോയിട്ടൊന്ന് ക്ലീൻ ആകും. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കർ 4 വിസിലടിച്ച് റെഡിയായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് തേങ്ങ, അതുപോലെ ഒരു 1/4 സ്പൂൺ ജീരകം, അതുപോലെ ഒരു 1/2 സ്പൂണിലും താഴെ കുരുമുളക്, പിന്നെ ഒരു 1/2 സ്പൂണ് നമ്മുടെ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞാൽ നമ്മൾ അതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കൊള്ള് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലപോലെ ഉടഞ്ഞ പോലെയും അരച്ചെടുക്കാം കേട്ടോ. അരക്കിയല്ല, വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത്
ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ ചാറ് കൂടുതൽ പോലെ എടുക്കാം കേട്ടോ. പക്ഷേ ശരിക്കും ഞാനിത് ഒരു കുറുകിയ ടൈപ്പായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അധികം ചാറ് പറയാനൊന്നുമില്ല. നമ്മൾ ഇത് കഴിക്കുന്നതോടൊപ്പം ഇതിൻ്റെ കൂടെ മോര് കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ കുറുകിയിട്ടുള്ള കറിയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ തിളച്ചപ്പോൾ ഞാനത് മാറ്റി വെച്ച് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, കടുക് ചേർത്ത് കൊടുത്തു, പിന്നെ അതുപോലെ കുറച്ച് വെളുത്തുള്ളി നമ്മുടെ ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി തന്നെ മൊരിയിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ അത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇവിടെ കറിവേപ്പില മെല്ലെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് വെളിയിൽ നിന്ന് കിട്ടിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പിലയ്ക്ക് ഭയങ്കര ക്ഷാമമാണ് ഇപ്പോൾ നമുക്ക് കേട്ടോ. പിന്നെ ഞാൻ കറിവേപ്പില ഇല്ലാണ്ട് തന്നെ നമ്മുടെ കറിയൊക്കെ റെഡിയാക്കി എടുത്തു. കറിവേപ്പില ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ നമ്മുടെ കടകളിൽ നിന്നുള്ള കറിവേപ്പില വാങ്ങാറേ ഇല്ല കേട്ടോ. എനിക്കത് തീരെ ഇഷ്ടമുള്ള കാര്യമില്ല. പിന്നെ മല്ലിത്തലയും പുതിനയിലയും ഞാൻ വാങ്ങും, അത് പിന്നെ വാങ്ങാതിരിക്കില്ല. പക്ഷേ കറിവേപ്പില ഞാൻ ഒട്ടും വാങ്ങില്ല കേട്ടോ. തീരെ ഇല്ലെങ്കിലും അതില്ലാത്ത പോലെ തന്നെയാണ് കറി വയ്ക്കാറുള്ളത്. അത് വാങ്ങിയിട്ടുള്ള പരിപാടിയേ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ കയ്യോടെ തന്നെ നമ്മുടെ കൂട്ടാനൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി കൊടുത്തു. പിന്നെ കുറച്ച് കോഴിമുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അശ്വിനെ കൊണ്ടത് വറുത്ത് തരട്ടെ കൊണ്ടുപോകാൻ ചോദിച്ചപ്പോൾ നമ്മുടെ അശ്വിൻ വേണ്ട പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ കോഴിമുട്ട വറുത്തതും ഇല്ല. പിന്നെ നമ്മുടെ ഈ ഒരു കറി മാത്രമേ ഇന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് കറികളൊന്നും നമ്മളിന്ന് വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ തേങ്ങ ചിരകിയത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. പിന്നെ കഴുകേണ്ട പാത്രങ്ങളൊക്കെ കൈയോടെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കൈയോടെ തന്നെ കഴുകേണ്ട പാത്രങ്ങളൊക്കെ നമ്മൾ വേഗം തന്നെ കഴുകി എടുക്കുന്നുണ്ട്. നമ്മളിന്നിപ്പോൾ വേറെ കറികളൊന്നും വെക്കുന്നില്ല പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പാത്രം കഴുകുക പറഞ്ഞിരുന്നാലും കാര്യങ്ങൾ നടക്കില്ല കേട്ടോ. കൈയോടെ ചെയ്യേണ്ടത് എല്ലാ പരിപാടിയും ചെയ്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്താ പറയുക ഇനി പോയിട്ട് അത് ചെയ്യണമല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുക്കള കാണാനും അതുപോലെ നമ്മുടെ വീട് കാണാനും ഒക്കെ വൃത്തിയായി തോന്നില്ലേ. ഇപ്പോൾ ഞാൻ എന്താ പറയുക വേഗം തന്നെ നമ്മൾ പാത്രം കഴുകിയതിന് ശേഷം നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. വിമ്മൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ താഴെ വെള്ളം പോയതൊക്കെ ഒന്ന് നമ്മൾ കൈയോടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമല്ല, അപ്പോൾ 2 ദിവസമായി പിന്നെ മഴയൊന്നുമില്ല, അധികം പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം തന്നെ ചോറൊക്കെ ഒന്ന് വാർത്തെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ അശ്വിൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അശ്വിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ആനക്കുട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ അക്ഷയ. അത് നമ്മുടെ അശ്വിൻ കാണിച്ചു തരികയാണ്. അപ്പോൾ ഇന്ന് ഏട്ടനില്ല കേട്ടോ, നേരത്തെ പോയി. അപ്പോൾ നമ്മുടെ അശ്വിന് ഇന്ന് ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ നേരത്തെ നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഉപ്പേരി വെക്കാൻ വിചാരിച്ചപ്പോൾ അവന് പിന്നെ നമ്മുടെ എന്താ പറയുക ഈ കൊള്ളിൻ്റെ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മുട്ട പോലും വേണ്ട പറഞ്ഞു, അത് മാത്രം മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അവന് കറി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോഴിമുട്ടയൊന്നും വറക്കാണ്ടിരുന്നത് കേട്ടോ. അതുകൊണ്ട് ബസ്സിന് പോകുന്നത് കാരണം കൊണ്ട് തന്നെ ഇന്നത്തെ കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആനയൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. ആന കുറച്ച് നേരം ഇങ്ങനെ നിന്നപ്പോൾ ഞാനത് നിൽക്കില്ല എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ അത് കറക്റ്റായി നിൽക്കുന്നുണ്ട്. അവൻ്റെ സ്കൂളിലേക്ക് ആന ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുപോകണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആനയോ എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഇതുപോലെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കി പോകണം എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ അത് എപ്പോഴും ഇങ്ങനെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അക്ഷയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഞാൻ ചീത്ത പറയാറുണ്ട് കേട്ടോ, നീ തന്നെ ഉണ്ടാക്കണം എന്നാലല്ലേ നിനക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. പക്ഷേ അവൻ അങ്ങനെയൊന്നും കേൾക്കാറില്ല കേട്ടോ. കൂടുതലായിട്ടും ചേച്ചി തന്നെ ഉണ്ടാക്കി തരണം പറയും. അങ്ങനെ അക്ഷയ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ചോറൊക്കെ ഒന്ന് വാരി കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് ഒരുപാട് നേരത്തെ ആയ കാരണം തന്നെ ഭക്ഷണം നേരെ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മതി പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ നിർബന്ധിച്ചില്ല കേട്ടോ. നമ്മൾ നിർബന്ധിച്ച് കുത്തിക്കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക ചിലപ്പോൾ ഛർദ്ദിക്കാൻ തുടങ്ങും, പിന്നെ ക്ഷീണമാവും, ഉള്ളതും കൂടെ പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ നിർബന്ധിച്ചില്ല കേട്ടോ. ഭക്ഷണം മതി പറഞ്ഞാൽ രാവിലെ ഞാൻ അങ്ങനെ നിർബന്ധിക്കാറില്ല. അങ്ങനെ അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ ഇപ്പോൾ വേറൊന്നും നമുക്കിനി വെക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാം ആയപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കൊണ്ടാക്കാൻ വിചാരിച്ചു. എന്താ പറഞ്ഞാൽ നമ്മൾ റോട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ബസ് ഒരുപാട് വൈകും, ചിലപ്പോൾ 9 മണിയാകും ചില ദിവസങ്ങളിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അല്ലേ ഇങ്ങനെ ബസ്സിന് കൊണ്ടാക്കുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പോകുന്ന സമയത്ത് ഒരു 8:30 ആകുമ്പോൾ പോകും കേട്ടോ ഇവിടുന്ന്. അപ്പോൾ
അവിടെ പോയി കുറച്ച് നേരം നിന്നാലും വേണ്ടില്ല, ബസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടാക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനും അക്ഷയയും ഭക്ഷണം കഴിച്ചു. ഇന്ന് അക്ഷയയ്ക്ക് ക്ലാസ്സില്ല കേട്ടോ, ഒരു സ്കൂളിൽ സ്പോർട്സ് ആണ്. അപ്പോൾ ഇന്ന് അക്ഷയ ഉണ്ട് അപ്പോൾ നമ്മുടെ കൂടെ. അപ്പോൾ അതിനുശേഷം ഞാൻ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ അശ്വിനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അവനെ കൊണ്ടാക്കി കേട്ടോ. ഇന്നിപ്പോൾ പോയപ്പോണ്ട് നമ്മുടെ ബസ് ഇത്തിരി നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വൈകും. അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ വന്ന കാരണം വേഗം തന്നെ കൊണ്ടാക്കിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ നമുക്ക് പണികളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ നമുക്ക് ടാറ്റ തന്ന നമ്മുടെ അശ്വിൻ പോയി കേട്ടോ. പോയി വരുമ്പോൾ നമ്മുടെ പൂവൊക്കെ പൂത്ത് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ നമ്മുടെ പൂവ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഞായറാഴ്ച വൈകുന്നേരം തന്നെ നമ്മുടെ ഈ ഭാഗത്തെ പുല്ലെല്ലാം പറിച്ചു കേട്ടോ. നമ്മുടെ മുക്കുറ്റിയെല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു. എന്താ പറഞ്ഞാൽ നല്ല കുപ്പ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ പൂവ് അങ്ങോട്ട് വാടിക്കഴിഞ്ഞാൽ ആകെ കുപ്പ പോലെ ആയി കേട്ടോ. ഫ്രണ്ടപ്പം അങ്ങനെ ഒരുപാട് കുപ്പ കൊത്തി നിൽക്കുമ്പോൾ കാണാനൊരു ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞു. പിന്നെ നമുക്ക് ആ സൈഡ് കുറച്ച് മുക്കുറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തിയായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എല്ലാവർക്കും പെർഫെക്റ്റായിട്ട് വൃത്തിയായിരിക്കാനൊന്നും പറ്റില്ല. എൻ്റെ കണക്കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു നോർമലായിട്ട് പോകാനേ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ഇങ്ങനെ അസുഖങ്ങളും ഇങ്ങനെ ഓരോന്ന് മാറി മാറി വരുന്ന കാരണം, കുട്ടികൾക്ക് വയ്യാണ്ട് വരുന്ന കാരണം ഒക്കെ അതൊരു പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് എപ്പോഴും പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ വീട് വൃത്തിയാക്കൽ, അതുപോലെ ക്ലീനിങ് ഒക്കെ മുൻകൈ എടുത്ത് ചെയ്യാൻ ഒരുപാട് സന്തോഷത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹം കൂടെ മനസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അന്ന് നമ്മൾ ഡീപ്പ് ക്ലീനിങ് നമ്മുടെ അടുക്കള ചെയ്തപ്പോൾ തന്നെ എനിക്ക് 2 ദിവസം വയ്യാണ്ടായി കേട്ടോ. അതുകൊണ്ടാണ് ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്ന. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊന്ന് വൃത്തിയായി കാണുമ്പോൾ ആ ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ എന്നെ എല്ലാവരും ചീത്ത പറയും, വയ്യാത്ത സമയത്ത് ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറയുകയൊക്കെ ചെയ്യണ്ട. പക്ഷേ എനിക്കത് ചെയ്യണം തോന്നിയ ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് എല്ലാവരുടെയും ഡീപ്പായി ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് പിന്നത്തെ ദിവസം തുടങ്ങി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ കർട്ടനൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ ഒന്ന് അടിക്കുക. അതുപോലെ അവിടെയും ഇവിടെയും കിടക്കുന്ന പേപ്പറുകളൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. അതുപോലെ പാത്രങ്ങൾ കഴുകാനുള്ളത് അപ്പോൾ തന്നെ ഒന്ന് കഴുകി വെക്കുക. അതുപോലെ നമ്മുടെ എന്താ പറയുക ഉമ്മറം എന്നും വൃത്തിയായിരിക്കാൻ നോക്കുക. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനും അതേപോലെ ഇപ്പൊക്കെ ഒന്ന് ചെയ്ത് ശീലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെയാണ് എനിക്കത് പ്രോപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തത് കേട്ടോ. പക്ഷേ എന്നാലും മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ആണെങ്കിലും ശരി, പുറത്ത് പോകുന്നവരാണ് ശരി, വീട് ഒരുപാട് വൃത്തിയായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ വീട് വൃത്തിയായിരിക്കാൻ നമുക്ക് പറ്റും കേട്ടോ. വീട് അങ്ങനെ വൃത്തിയായിരിക്കുന്നില്ല പറഞ്ഞ് ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ നമുക്ക് എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് മനസ്സ് വെച്ച് സമാധാനത്തോടെ ചെയ്യുമ്പോൾ എല്ലാം ശരിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോ ഇന്ന് കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.